ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഞാൻ ഉജാലയുടെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊടിയാണ് കേട്ടോ. ഒരു വെള്ള പേപ്പർ എടുക്കുക. ആ വെള്ള പേപ്പർ നമ്മൾ മടക്കിയിട്ട് നമ്മൾ അത് കീറിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മടക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനത് അത്രയും പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടക്കിയെടുത്തിട്ട് നമ്മളിങ്ങനെ കീറി എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ കീറി എടുക്കുക കേട്ടോ. പുതിയതായിട്ടാണ് എൻ്റെ ചാനലിൽ വന്നെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കണം കേട്ടോ. കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ ഈ ഉജാലയുടെ ഈ പൊടി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് പൊടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മറ്റേ ഉജാലയുടെ ഡ്രോപ്പായിട്ട് കിട്ടും, അത് യൂസ് ചെയ്താലും മതി. നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തത്. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ കയ്യിൽ കുറേ ഉജാല പറ്റിപ്പോയി. അപ്പം നിങ്ങളെന്തെങ്കിലും സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ കറ പോണില്ല കയ്യിൽ നിന്ന്, ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ പേപ്പർ എടുത്തിട്ട് ഒരു 2 സെക്കൻഡ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. എന്നിട്ട് ഓരോന്നും നമ്മൾ ഇങ്ങനെ ബുക്കിൽ മുകളിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നല്ല കളറുണ്ട് പേപ്പറിന്. അതിനുശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഗ്ലൂവും കൂടി നമ്മൾ മിക്സ് ചെയ്യണം. ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്യണത്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കുപ്പിയിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. മുഴുവൻ ഭാഗത്തായിട്ടും തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പേപ്പർ അത് അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം നമ്മുടെ കുപ്പിയിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഉണ്ടോ? ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് അതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കളറാക്കാൻ വെക്കണ്ട കേട്ടോ. കുറച്ചും കൂടി കളർ ഇത്രയും വേണ്ട, കുറച്ചും കൂടി ലൈറ്റ് മതിയാവും. എല്ലാ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം അത്യാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങാൻ വെക്കണം. ആ കുപ്പി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെള്ള നൂലെടുത്തിട്ട് ആ കുപ്പിയുടെ മുകളിലെ ഭാഗമില്ലേ, നമ്മൾ അടയ്ക്കണ ടോപ്പ്, അവിടെ അത് മുഴുവൻ ചുറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ നൂല് ചുറ്റണതിന് പകരം വല്ല മുട്ടയുടെ തൊലി ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് അതിട്ടാലും മതി. പശയിട്ട് അതായാലും കാണാൻ നല്ല ഭംഗിയാണ്. മുഴുവൻ ചുറ്റി കൊടുത്തു വെള്ളനൂല്. അതിനുശേഷം നമ്മൾ ഡ്രസ്സിലൊക്കെ ചില്ലൊക്കെ വയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ഒട്ടിച്ച് കൊടുക്കുകയാണ് കുപ്പിയിൽ. അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടോ, എൻ്റെ കയ്യിൽ ആ ഉജാലയുടെ ഇത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. സൂക്ഷിച്ച് പിടിച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ലാസ്റ്റത്തേതായിട്ടുണ്ട്, ഒട്ടിച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ